ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും യുഗാദി ഹബ്ബದ ശുഭാശംസകൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തെടുക്കാൻ ഇവിടെ എപ്പോഴും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ എടുക്കും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ് ഇന്ന് നമ്മളെ സുമി വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് യുഗാദിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതുപോലെ അറ്റാറാണ്. ഞാൻ കറക്റ്റ് പക്ക ഒരു കന്നഡിക സ്റ്റൈലിലാണ് അവൾ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ സുമിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കന്നഡ സ്റ്റൈലിലെ ഫുഡൊക്കെ ഒന്ന് കഴിക്കും. അതും യുഗാദി സ്പെഷ്യൽ ഫുഡ്. ഓക്കെ, കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഗൈസ്, ഞങ്ങളിപ്പം റെഡിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞു. ബിക്കോസ് എല്ലാം പ്രിപ്പയർ ചെയ്യണ്ടേ. സാധാരണ ഒരു കറിയോ 2 കറിയോ ഉണ്ടാക്കുന്നതല്ലല്ലോ. യുഗാദി എന്നൊക്കെ പറയുമ്പോൾ കുറേ നമ്മുടെ ഈ വിഷു പോലെയാണ് അവർക്കും ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ റെഡിയാക്കി നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരുങ്ങിയിരിക്കുന്ന പോലൊരു ബോറ് പരിപാടിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് കുറച്ച് റീൽസൊക്കെ ചെയ്യാം. അപ്പോൾ ആ റീൽസൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ അറിയാലോ. ഹർഷ വൈഗ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ID ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ ഒരു ഡാൻസ് നമ്പർ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 2 o'clock ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. എല്ലാവരും സെറ്റായി നമ്മൾ പോവുകയാണ്. അപ്പം പകുതി പേര് ഓട്ടോയിലും ഞാൻ അമ്മൂൻ്റെ വണ്ടിയിലുമാണ് ഞങ്ങൾ പോകുന്നത്. സോ എല്ലാവരും ഭയങ്കര വെയിലാണ് ഗൈസ്. ഞങ്ങളൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. പകുതി പേര് ഓട്ടോയിലും പകുതി പേര് നമ്മൾ എന്താ പറയുക അമ്മൂൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഓ, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ദ ഫുഡ്. അതാണ് മെയിൻ. ഇവിടെ റെഡിയാവുന്നു. സോ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അവർ ഓട്ടോയിൽ പോവാണ്. ആ കറക്റ്റ് സമയമായപ്പം വൈകേൻ്റെ ഫ്രണ്ട് വന്നു, അർപ്പിത. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ളത് അവളോട് പറഞ്ഞില്ല. ഷി ഹാസ് ഗോൺ ബാക്ക്. ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. നമ്മളിതാ ഇവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് സുമിയുടെ അടുത്തേക്ക്. കഴിഞ്ഞു. ഇവരിവിടെ ഒബ്ബട്ടൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ബിസിയിലാണ് ഗൈസ്. സോ ഇങ്ങനെയാണ് ഒബ്ബട്ടൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ. ഒബ്ബട്ട് പ്രിപ്പറേഷൻ വേളന ഇതാ ആ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചട്ടിയിലിടുകയാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഉരുട്ടി ആ വേള നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് അത് ഉള്ളിലേക്കാക്കി ഇങ്ങനെ പരത്തണം. പ്രിപ്പയർ ചെയ്യാം നമ്മുടെ ഇലയപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഇത് ഉള്ളിലിങ്ങനെ സ്റ്റഫ് ചെയ്യണം. ഇത് മൈദ അൽവാ, മൈദപ്പൊടിക്കകത്താണ് ഇത് ചെയ്യുന്നത്. റവയും കൂടെ മിക്സ് ചെയ്തിട്ട്. ചിലർ ഇതാ തേങ്ങയുണ്ട്, തേങ്ങയും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ തട്ടിയിട്ട് ഇത് നമ്മൾ ഈ പാനിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഗുരുവാണ് ഹാഫ് മടക്കപ്പ് ചെയ്യണേ. ഇത് ഇതായി കഴിയുമ്പോൾ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇത് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കേണ്ടതാണ്. ഓക്കെ, നല്ല ഇറക്കിങ്ങളാ കണ്ണുതാകുന്നു. ഇപ്പൊ ഇല്ല ആ പോച്ചത്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തോണ്ട് അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇല്ല, അതിനെ ഓഫ് പണിയാച്ച് പാരുങ്ക. ആ ഇപ്പൊ റെഡി ആയിடுச்சு. ആ ഹലോ, ಹ್ಯಾಪಿ ಯುಗಾದಿ. ಯುಗಾದಿ ಚೆನ್ನಾಗಿದೆಯಾ? ಹೊಸ ಬಟ್ಟೆನಾ? ಓ ಸೂಪರ್ ಆಗಿದೆ. ಯಾರು ಮೇಕಪ್ ಮಾಡಿಕೊಟ್ಟಿದ್ದು? ನೀನೇನಾ? ಅಮ್ಮ. ಓ ಚೆನ್ನಾಗಿದೆ. ಓ ಹಾವಿನ ಥರ ಬೊಟ್ಟೆಲ್ಲ ಹಾಕಿದ್ಯಾ, ಸೂಪರ್. ತಂಗಿನೂ ಡ್ರೆಸ್ ಹಾಕಿದ್ದಾಳಾ? ഇല്ല. ഓ ഷെട്ടിനെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ മറന്നു വെച്ചായിരുന്നു അവർക്കുള്ള ഗിഫ്റ്റ്. കൊടുത്തേരെ കുഞ്ഞാ. ಎಷ್ಟು ಮಂತ್? 5th ಮಂತ್. 5 ಮಾಸ. ನಾನು ಸೇರಿ. ನಮಸ್ತೆ, ಚೆನ್ನಾಗಿದ್ದೀರಾ? ಓಕೆ. വേർ ആർ യു? ഹാപ്പി യുഗാദി. വൈ ആർ യു ഗോയിങ്? സെയിം മാച്ചിങ് ആണ് അതിൻ്റെ സിസ്റ്ററും കൂടെ ഇട്ടിരിക്കുന്നത്. സോ സെയിം മാച്ചിങ് ഡ്രസ്സാണ്. കേരളയൊക്കെ വിളമ്പുകയാണ് അവർ. പായസമാണ്. ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചൊവ്വേരി കൊണ്ടുള്ള പായസമാണ്. സോ ഇത് ചൊവ്വേരി കൊണ്ടുള്ള പായസമാണ് ഗൈസ്. ഇനി അടുത്തത് ഇതാണ് ഒബ്ബട്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇതിന് കോസമ്പരി എന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ എന്താ പറയുക, ഉഴുന്നൊക്കെ നനച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഇതിനകത്ത് അവർ വെള്ളരിക്ക, ക്യാരറ്റ് ഇതൊക്കെ ഇടും. പിന്നെ ബീൻസിൻ്റെ ഒരു പല്ലിയുണ്ട്, അച്ചാറ്, പിന്നെ നമ്മുടെ ഒಬ್ಬട്ട്, വേള ഒಬ್ಬട്ടും ഉണ്ട്, തേങ്ങയുടെ ഒಬ್ಬട്ടും ഉണ്ട്. സോ ലെറ്റ് മീ ഹാവ് ദിസ്. തുടങ്ങിയാ നീ? ആ വേണോ ചോദിച്ചാൽ മതി. ചേട്ടൻ തുടങ്ങുന്നില്ലേ? എല്ലാം വന്നിട്ട് ചേട്ടൻ തുടങ്ങും. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പല്ലിയാണ്. ഇത് മെഴുക്കുവരട്ടി പോലെ പൂരിക്കൊക്കെ കഴിക്കില്ല അത്. ഇത് പലാവാണ്, വെജിറ്റബിൾ പുലാവ്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നല്ല ചൂട് ചൂട്. സോ 2 നാത്തൂന്മാരും കൂടെ ചേർന്നിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. എന്തൊത്തൊരുമൈ. ಏನಿದು ಕುರ್ಮಾ ಕಾಲ್ ಗೊಜ್ಜು ಅಂದರೆ ನೀವು ಇದು ಒಬ್ಬಟ್ಟಿಗೆ ಮಾಡೋದು ಅಲ್ಲಿ. അതായത് നമ്മൾ ഈ ഒಬ್ಬട്ടില്ലേ, ഒಬ್ಬട്ട് വേവിച്ച കാള് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. ഈ കടയാക്കി അപ്പം ആ കാള് കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണിത്. അതായത് ഈ ഒಬ್ಬട്ടിൻ്റെ കാളുണ്ട്, ഉള്ളി വെച്ചിരിക്കുന്ന സ്റ്റഫ് വേവിച്ചതിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കുന്ന കറിയാണിത്. പപ്പടം. സോ റായ്ത്തയുണ്ട്. ഇത് സുമിയുടെ അമ്മയാണ്. ഇത് കറിയാണ്. വയർ ഓൾമോസ്റ്റ് ഫില്ലായി ഗൈസ്. അപ്പോൾ എങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ട. ഇതിനിത് ഒಬ್ಬട്ട് സാറ്, ഒಬ್ಬട്ടിൻ്റെ കൂടെ ഉള്ള സാറുമാണത്. ഓക്കെ ഓക്കെ, സാക്കു സാക്കു. അതായത് ഇതിൻ്റെ സാറ് അത് രസം പോലെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അടിപൊളി. ഇടൂ. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കേണ്ടത് ഗൈസ്. സോ അടിപൊളിയല്ലേ ഒಬ್ಬട്ട് സാറ്? വീണ്ടും നമ്മളെ കൊണ്ട് തീറ്റിക്കുകയാണ്. ലാസ്റ്റ് മോരൊഴിച്ചൊന്ന് കഴിക്കാൻ പറയുകയാണ്. അപ്പം അതും കൂടെ നമ്മൾ കഴിക്കുകയാണ് ഗൈസ്. അച്ചാറ് കൂട്ടി കാറ്ററിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ ഷീസ് ടെല്ലിങ് ഡെയിലി ഒരു 100 പേർക്കുള്ള ഭക്ഷണമാണ് ഇവർ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അമ്മ അത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവരവിടെ ഇരുന്ന് ചെയ്യുന്നത് ചിരോട്ടി റവ. ചിരോട്ടി എന്ന് പറയുന്ന റവയില്ലേ, കുറച്ച് കട്ടിയുള്ള. സോ അവരിങ്ങനെ അതും പിന്നെ മൈദയും കൂടി ചേർന്നിട്ട് ചെയ്യുന്നു. എല്ലാവരും ഒಬ್ಬട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഗൈസ്. അതാണ് മെയിൻ സംഭവം. അത് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒಬ್ಬട്ട് നന്നായി വരില്ലെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സംഭവം ദാൽ. സോ ഇവർ കുറേ സ്ഥലത്തേക്ക് കുറേ കമ്പനീസിലൊക്കെ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണമാണ് കേട്ടോ, കന്നഡ സ്റ്റൈൽ. അടിപൊളി. ഗൈസ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഫുൾ തമ്മിയൊക്കെ ഫില്ലാണ്. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഉഗാദി ഇങ്ങനെ ഫിനിഷ് ചെയ്തു. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ യുഗാദി ഫെസ്റ്റിവലൊക്കെ സെലിബ്രേറ്റ് ചെയ്തത് അത് പറയുക. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാനൊരു കൊതി. അപ്പോൾ ഞങ്ങൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് തന്നു വിടുമോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് തന്നു വിടാൻ. അപ്പോൾ സുമി നമുക്ക് കുറച്ച് തന്നു വിടാൻ പോവാണ് ഗൈസ്. വെയിറ്റിംഗ് ഫോർ ഇറ്റ്. നമുക്ക് വേണ്ടി പാക്ക് ചെയ്യണം. ಸಾಕು ಸುಮಿ ಸಾಕು. ಇದೆಲ್ಲ ಏನ್ ಮಾಡಿ ಸಾಕು. അയ്യോ 9. അങ്ങനെ സുമി നമുക്ക് ഒരുപാടെണ്ണം പാക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പുള്ളിക്കാരി അത് എല്ലാം പാക്ക് ചെയ്യാണ്. നമുക്ക് പാക്ക് ചെയ്ത് തരാണ് ഗൈസ്. ഇത് സുമിയുടെ അമ്മയാണ്. സുമിയുടെ അമ്മയ്ക്ക് ആകെ പരാതി ഇത് ചെറിയ വീടാണ്, നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് എന്ത് വിഷമം? അയ്യോ ഞങ്ങൾക്ക് ഫുഡ് തന്നാൽ പോരെ, ഞങ്ങൾക്ക് വലിപ്പ ചെറുപ്പൊന്നുമില്ല. എന്തുവാ നീ കഴിച്ചാ? നീ ഫുഡ് കഴിച്ചാ? ഇല്ല. അമ്മ ഓല ബുക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. അമ്മ പക്ക കന്നഡ സ്റ്റൈലിലാണ് വന്നത്. ഈ മാലയൊക്കെ എവിടെ നിന്നാടി വാങ്ങിച്ചേ? വാടകയ്ക്ക് എടുത്തതാണോ? ഷോ വാടകയ്ക്കൊക്കെ എടുത്തോണ്ട് മാലയൊക്കെ ഇട്ട് വന്നിരിക്കാം. യുഗാദി സെലിബ്രേഷൻ. ഒരു ഡിസൈപ്പിൾ സുശാന്തും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാൻ പോവാണ് ഗൈസ്.
നീ എന്നെയാണോ എടുക്കുന്നത്? അതെയല്ലോ, നിന്നെ തന്നെയാണ് എടുക്കുന്നത്, നിന്നെ മാത്രമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം അല്ലേ? എടുത്തിട്ട് നമ്മള് എമ്പുരാൻ കാണാൻ ഗൈസ്, ഞങ്ങൾ യുഗാദി സ്പെഷ്യലായിട്ട് ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോകുന്നത്. ഞങ്ങൾ മൊത്തം വീട്ടിലില്ല. അതെ അതെ, ഇവനാണെങ്കിൽ പോപ്കോൺ കഴിക്കാനാ പോകുന്നതെന്നാ പറയുന്നത്. പക്ഷെ വേണ്ട, സുധിമാമൻ പറഞ്ഞു പ്രത്യേകം പോപ്കോൺ കഴിക്കണ്ട, ഇന്ന് സുധിമാമൻ നമുക്ക് ട്രീറ്റ് തരുന്നുണ്ട്. ഫുഡ് ആ സുമിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ചെല്ലേ, ആദ്യം പോകേണ്ടതൊക്കെ ചെല്ലേ. ഇത് ഇവരുടെ ഒരു കസ്റ്റംസ് ആണ് ഗൈസ്. ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുങ്കുമം ഒക്കെ എടുക്കുന്നതാണ്. ഇനി അമ്മു സെറ്റിക്കോ. അമ്മയ്ക്കൊരു സാരിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അത് എടുക്ക്, കുങ്കുമം എടുക്കുക. പിന്നെ മഞ്ഞയുടെ സൈഡിൽ അതേ കണ്ടേ തോന്നുന്നു. കറക്റ്റ്. Then you have to take this. നീ എൻ്റെ ഇട്. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಸುಮಿ. ಥ್ಯಾಂಕ್ ಯು ಎವ್ರಿವನ್. ಫಸ್ಟ್ ಟೈಮ್ ನಾವು ಈ ಥರ ಉಗಾದಿಗೆಲ್ಲ ಬೇರೆಯವ್ರ ಮನೆಗೆ ಹೋಗಿ. ಥ್ಯಾಂಕ್ ಯು. ನೀವು ಬನ್ನಿ ಅಲ್ವಾ? ಸುಮಿಗೆ ಆಗುತ್ತಾ ಇವ್ರನ್ನ ಕಾಣಾದಿರಿ ಬರ. ಓಕೆ, ಆಲ್ ದಿ ಬೆಸ್ಟ್. താങ്ക് യു സോ മച്ച്. അങ്ങനെ എല്ലാവരും പോവുകയാണ്. മഹേഷേട്ടാ പോ, ഇറങ്ങാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് മീറ്റ് മാടാണ്. ഓക്കെ, ബൈ. അങ്ങനെ വന്നിരിക്കുകയാണ്. ഹാപ്പി യുഗാദി. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ യുഗാദിയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് എവറിത്തിങ് വാസ് സൂപ്പർ. ആൻഡ് നൗ വി ആർ ഗോയിങ് ബാക്ക്. അപ്പോൾ നിങ്ങളുടെയൊക്കെ യുഗാദി എങ്ങനെയായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ വിടുന്നതിന് മുന്നേ ഞങ്ങൾ ഫൈനലി ഒരു കർണാടക സ്റ്റൈൽ ഫുഡൊക്കെ അടിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇവർക്കൊരു കാറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട്, മിന്ത്ര എന്നാണ് പേര്. ആൻഡ് ദേ ആർ സർവിങ് ഫോർ 5 കമ്പനീസ്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഫുഡായിരുന്നു. അപ്പം വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ വല്ല കാറ്ററിങ്ങിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ ലൊക്കാലിറ്റിയിലുള്ളവരുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് വീണ്ടും ഞങ്ങൾ അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ. ഐ തിങ്ക് സോ നെക്സ്റ്റ് ഇനി അടുത്ത് നമുക്ക് വിഷുവാണ് വരുന്നത്. അത് ഞങ്ങൾ കേരളത്തിലായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ. മേക്കപ്പ് ചെയ്തു തരാണ് ഇവിടുത്തെ അങ്കിത കുട്ടി. മാടും എൻ്റെ തലമുടിയൊക്കെ പിടിച്ച് എന്തൊക്കെയോ മേക്കപ്പ് ചെയ്യുകയാണ്. എന്തൊക്കെയോ ചെയ്യുക, എനിക്കറിയില്ല. ಏನು ಮಾಡ್ತಾ ಇದೀಯ ನೀನು? ಏನು ಇದಕ್ಕೆ ಹೇಳೋದು? ಹೇರ್ ಸ್ಟೈಲಾ? ನಿನ್ನ ಥರ ಹೇರ್ ಸ್ಟೈಲ್ ಮಾಡು. ಈ ಥರ ಕೂದಲೆಲ್ಲ ಇಲ್ಲ. ಓ, ಪಾನಿ ಟೈಲ್ ಮಾಡ್ತಾ ಇದೆಯಾ? ಚೆನ್ನಾಗಿದೆ. അപ്പോൾ മോള് എനിക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു തന്നെയാണ് ഗൈസ്. എൻ്റെ ನಮ್ಮ ಫ್ಯಾಮಿಲಿಗೆ ಹಾಯ್ ಹೇಳು. ಎಲ್ಲರೂ ನನ್ನ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ. ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ. ಹ್ಯಾಪಿ ಯುಗಾದಿ ಹೇಳು. ಯುಗಾದಿ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നത്. ബൈ, ടേക്ക് കെയർ. ആയിട്ടൊരു വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു, പക്ഷേ എനിക്കിതൊരു സർപ്രൈസ് അവർക്ക് കൊടുക്കാൻ പോവാണ്. ഇന്നലെ അവർ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇത് വേറെ ആരുടെയെങ്കിലും വീടാണെന്ന് അറിയില്ല. വൈകിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അവരുടെ വീടെന്ന്. നമുക്ക് നോക്കാം. കോളിംഗ് ബെല്ല് വർക്കാവുമോ മണി? അറിയത്തില്ല. മതി ഒത്തിരി അടിക്കാതെ, അല്ലെങ്കിൽ ജസ്റ്റ് കൊട്ടിക്ക് നോക്കാം. ആരും ഇല്ലയോ? അതാ ഉച്ച സമയത്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉറങ്ങുവാണോ? അങ്ങനെയല്ല കൊട്ടണ്ടേ അമ്മണി? അത് ഇതുകൊണ്ട് അതുകൊണ്ട്. ഹായ് പാറു.
അല്ലല്ല ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ ശരി ബൈ ആൻറ്റി. വീഡിയോ ശരി ബൈ ഗൈസ്. നമുക്ക് സുമി തന്നതാണ് യുഗാദിക്ക് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്ന പോലെ അല്ല, ബ്ലൂ പോലെ അല്ല, ഇത് വയലറ്റ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഇതെന്ത് രാമ ഗ്രീനും പിങ്കും ഈ ഒരു ഇതാണ്. അമ്മൂന് കിട്ടിയിരിക്കുന്നത് പച്ച. ഇത് സെയിം ആണ്, ബട്ട് ഓൺലി തിങ് ഇസ് അവരുടെ ബോഡി ചേഞ്ച്. മമ്മിക്കോ? മമ്മിയുടെ കാണിച്ചേ. മമ്മിക്ക് പച്ച കിടു. നൈസ് അല്ലേ, നല്ല പച്ച. ആണോ? അടിപൊളി. സോ ഗൈസ്, ഇതാണ് നമുക്ക് സുമി യുഗാദിക്ക് തന്നത്. അപ്പോൾ സുമി, താങ്ക് യു സോ മച്ച് സുമി, വി ആർ സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം കാണിക്കുന്നതാണ്. താങ്ക് യു ഗൈസ്. ഇതാണ് എൻ്റെ സാരി. നൈസ് നോ? താങ്ക് യു സുമി സോ മച്ച്. ഇതാണ് ഗൈസ്, നമ്മൾ എന്തിനാ ഈ ഗൈസ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് സുമി ഹർഷയ്ക്ക് കൊടുത്ത സാരി യുഗാദിക്ക്. എനിക്കിതിൻ്റെ തന്നെ അതെന്ത് ഗ്രീനാന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. എന്തോ ഒരു എന്ത് ഗ്രീൻ, എന്തോ മെഹന്തി ഒന്നും അല്ല, ഒരു ഇലയുടെ കളറാ. ശരിയാ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പോവുകയാണെങ്കിൽ ഇതൊന്നും ചൂസ് ചെയ്യത്തില്ല. പഴുത്ത വാഴ, കറക്റ്റ്. പക്ഷെ ഉടുത്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റൂ. ആക്ച്വലി നമുക്ക് സത്യമാണ്, കാരണം ഇതൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വാങ്ങിക്കത്തില്ല. പക്ഷെ ഉടുത്ത് നോക്കിയപ്പോൾ അടിപൊളി. മതി, ഞാൻ നിർത്തുക.